ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് അരി അരച്ച ഉടനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിതിൽ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല, തലേദിവസം മാറ്റി വെച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പച്ചരി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പച്ചരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് ഒരു 5-6 മണിക്കൂറോളം കുതിർത്തിട്ടുള്ള അരിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ടാൽ മതി. അതല്ല വൈകിട്ടത്തേക്കാണ് ഡിന്നറൊക്കെ നേരത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇപ്പം രാവിലെ നിങ്ങൾ വെള്ളത്തിലിട്ടാലും മതി കേട്ടോ. അപ്പം എങ്ങനെയാണെങ്കിലും 5-6 മണിക്കൂർ അതൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ അരി നമുക്ക്. അപ്പോൾ 2 കപ്പ് അരിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉലുവ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്, കാരണം ആ ഒരു ഉലുവേൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉലുവൊക്കെ കൂടി അരയ്ക്കുമ്പോൾ. അപ്പം ഇനി ഇതാ അരിയെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് തലേ ദിവസത്തെ ചോറായിരുന്നാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ദോശയ്ക്ക് നല്ലതാട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള തലേ ദിവസത്തേന്, നിങ്ങളുടെ കയ്യിൽ ചൂടുള്ള നമ്മൾ അന്ന് വെച്ച ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഈ ഒരു അരി അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം അരക്കാൻ വേണ്ടി എടുത്തെന്ന് കരുതി മൊത്തത്തിൽ തന്നെ ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മളൊന്ന് എടുത്ത അരി എങ്ങനെയാണോ ഇതിനനുസരിച്ചിട്ടൊക്കെയാണ് വെള്ളത്തിൻ്റെ അളവ് വരിക കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ മാവ് കറക്റ്റ് ആയിട്ടുള്ള പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ലൂസിലുള്ള മാവാവരുത്. നമുക്ക് തവി വെച്ചിട്ട് കോരി ഒഴിച്ചിട്ട് അത് തവി കൊണ്ട് നമുക്ക് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള കട്ടി വേണം. സാധാരണ നമ്മൾ ഇഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കുന്ന പോലെ കട്ടിക്ക് തന്നെ വേണം കേട്ടോ. സാധാരണത്തെ ദോശ ബാറ്റർ ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് മാവ് ഇരിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് പാകമായതിൻ്റെ പേരിൽ മിക്സിയുടെ ജാറിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിലെ മാവ് നല്ലോണം നമുക്ക് ഒന്ന് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇതുപോലെ കലക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഉലുവയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ജീരകം ഒക്കെ ആയിട്ടുള്ള ഒരു ദോശയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ചെറിയ ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതല്ലേ. ഇപ്പോൾ ഇതാണ് പാകം. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. നല്ലോണം ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര നീട്ടായിട്ട് ചിലപ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി കിട്ടൂല കേട്ടോ. അപ്പം ഇനി നമുക്കിത് കനയില്ലാണ്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് നല്ലെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു അടിപൊളി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിൽ മൊരിഞ്ഞാൽ മതിച്ചെങ്കിൽ ഇതാ ഈ ഒരു പാകത്തിന് എടുത്ത് മാറ്റാം കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും എല്ലാം കുറച്ച് മൊരിപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പോൾ കനയില്ലാണ്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കണം. അതുപോലെ മൂടി വെക്കണം കേട്ടോ. മൂടി വെക്കാണ്ട് ചെയ്യരുത്. അപ്പം നിങ്ങൾക്കിത് മറിച്ചിട്ടിട്ടാണ് ഇത് നമ്മളിത് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നില്ല.
അപ്പോൾ വെറും അരിപ്പൊടി ചോറും മാത്രമാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകുമ്പോൾ പൊട്ടി പോവണ്ടെന്ന് വെച്ചിട്ടാ. പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാനിതാ ബാക്കി എല്ലാ ദോശയും ഒന്ന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാനിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നടുഭാഗം ഒത്തിരി കട്ടിയായി പോവരുത്. നടുഭാഗത്തൊക്കെ മാവ് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതാ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് വേണം കേട്ടോ മൂടി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ അടുത്തതും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ദോശക്കല്ലിൽ വേണമെങ്കിലും ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ദോശക്കല്ലിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ സാധാരണ ദോശക്ക് ചുടുന്ന പോലെ ചെയ്യാം. പക്ഷെ ഒത്തിരി എണ്ണ തടവിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ദോശ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ ദോശ എണ്ണ പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതുമായിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി മുഴുവനും ചുട്ടതിൻ്റെ ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മൊരിഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദോശ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും. ഒന്ന് മൂടി വെച്ചിട്ട് ഏറ്റവും ഇട്ട് കൊടുക്കുമ്പോൾ പരത്തി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലും, അതുപോലെ നമുക്കിത് ചുട്ടെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ അരി വെച്ചിട്ട് അരി അരച്ച ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും നമ്മളത് വെച്ചിട്ടില്ല റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോസ് കണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ല കേട്ടോ. നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ്, നമ്മളെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. കണ്ടോ, നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ദോശയും അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈസ്റ്റും ഇനോയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പോൾ ഇന്നത്തെ അരി അരച്ച ഉടനെയുള്ള ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കാരണം നമുക്ക് ഒത്തിരി സമയം നമുക്ക് മാവ് ഉണ്ടാക്കി വെക്കാനും ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.